ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 15-ാം നോമ്പിൽ 13-ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ നോമ്പും നമ്മുടെ ജീവിതത്തിൽ ആത്മതപനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും അനുഭവങ്ങൾ നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് നാം ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള ആഹ്വാനം മാത്രമല്ല, മറിച്ച് അനുകരിക്കുവാനുള്ള ആഗ്രഹമായി പരിണമിക്കണം. വി ആർ നോട്ട് എ ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ഷുഡ് എ ഇമിറ്റേറ്റർ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. അതിൻ്റെ 5-ാം വാക്യത്തെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആമുഖമെന്ന നിലയിൽ ആദ്യ അധ്യായം യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് മുൻപുള്ള ദൈവികതയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. പിതാവിങ്കിലേക്ക് മടങ്ങുവാനുള്ള ഏകമാർഗം ക്രിസ്തുവാണെന്നും യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ മറ്റുള്ളവരെ കൊണ്ടുവന്നതിൻ്റെ സാക്ഷ്യവും യോഹന്നാൻ അവിടെ സൂചിപ്പിക്കുന്നു. വെളിച്ചവും ഇരുളും 2 ധ്രുവത്തിലാണ്. വെളിച്ചം നന്മയെയും ഇരുട്ട് തിന്മയെയും സൂചിപ്പിക്കുന്നു. യോഹന്നാൻ 8:12 യേശു പറയുന്നു, ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. എന്നാൽ മത്തായിയുടെ സുവിശേഷ പർവ്വത പ്രസംഗത്തിൽ യേശു ശിഷ്യരോട് പറയുന്നു, യു ആർ ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. പ്രിയരെ, കർത്താവ് വെളിച്ചമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, നാം വെളിച്ചങ്ങളാണ് എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത, നമ്മുടെ കർത്താവ് എന്താകുന്നുവോ നാം അതായി തീരണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. ഒന്നാമതായിട്ട് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പാതയൊരുക്കുന്ന വെളിച്ചങ്ങളായി തീരുക. Be the light that prepare the way. വെളിച്ചം പതികന് പാതയൊരുക്കുന്നതാണ്. ജീവിതയാത്രയിൽ അടുത്ത ചുവട് എവിടെ വെക്കണം എന്നറിയാത്തവന് ചുവട് വെക്കുവാൻ സഹായിക്കുന്നതാണ് വെളിച്ചം. കടലിൻ്റെ ആഴത്തിൽ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ തീരമറിയാതെ ഉഴലുന്നവന് ലൈറ്റ് ഹൗസ് തീരത്തേക്കുള്ള ദിശ തെളിയിക്കുന്നത് പോലെ, എഫേസ്യർ 5:10 വാക്യത്തിൽ പറയുന്നത് പോലെ, സകല സദ്ഗുണവും നീതിയും സത്യവുമായി വെളിച്ചത്തിൻ്റെ ഫലവും പേറി മലമേലിരിക്കുന്ന പട്ടണം പോലെയും തണ്ടിന്മേൽ കൊളുത്തുന്ന ദീപം പോലെയും നാം പ്രകാശിക്കുമ്പോൾ അനേകർക്ക് അത് പാതയൊരുക്കും. രണ്ടാമതായിട്ട്, പാപത്തെ അകറ്റുന്ന വെളിച്ചങ്ങളായി തീരുക. ബി ദ ലൈറ്റ് ദാറ്റ് ഡ്രൈവ് എവേ സിൻ. ഒരു കഥ ഇപ്രകാരം പറയുന്നു. ഒരിക്കൽ ഒരു ഗുരു ശിഷ്യനോട് ചോദിച്ചു, നീ ഏറ്റവും ഭയക്കുന്നത് എന്തിനെയാണ്? ശിഷ്യൻ പറഞ്ഞു, ഞാൻ ഭയക്കുന്നത് ഇരുളിനെയാണ്. എന്നാൽ അത് എവിടെയാണെന്ന് അന്വേഷിച്ച് വരിക എന്ന് പറഞ്ഞ് ശിഷ്യന്റെ തലയിൽ ഒരു വെളിച്ചം കെട്ടിവെച്ച് പറഞ്ഞയച്ചു. ശിഷ്യൻ നടന്ന് നീങ്ങി ഇരുളിനെ കണ്ടെത്തുവാൻ കഴിയാതെ തിരികെ വന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, നിന്റെ ഭയത്തിന് അർത്ഥമില്ല. നിന്നിൽ പ്രകാശമുള്ളിടത്തോളം നീ ഇരുളിനെ ഭയക്കേണ്ടതില്ല. പ്രകാശത്തിന്റെ സാന്നിധ്യം ഇരുളിനെ അപ്രത്യക്ഷമാക്കും. പ്രകാശത്തിന്റെ അഭാവമാണ് ഇരുള്. അതെ, വെളിച്ചം നന്മയെയും ഇരുള് പാപത്തിന്റെയും പ്രതീകമാണ്. എന്താണ് പാപത്തെ അകറ്റുന്ന വെളിച്ചം? അതിന്റെ ഉത്തരമായി 1 യോഹന്നാൻ 1:5 പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ടു, നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത്, പകരുന്ന വെളിച്ചങ്ങളായി തീരുക. ബി ദ ഷൈനിങ് ലൈറ്റ്. വെളിച്ചം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരാം. ഒരു തിരിയിൽ നിന്ന് അനേകം തിരികൾ കത്തിക്കാം. എന്നാൽ ഇരുളിന് പകരാൻ കഴിയില്ല. ഇരുൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം പ്രകാശത്തിൻ്റെ അഭാവമാണ്. പ്രകാശം പകരപ്പെടുമ്പോൾ അത് കൂടുതൽ തിരുനാളത്തിലേക്കും അവിടെ അന്ധകാരം ഇല്ലാതെയാകുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നാളുകൾ നമ്മളിൽ നന്മയുടെ തിരുനാളങ്ങൾ കൂടുതൽ പ്രകാശിക്കുവാനും അത് മറ്റുള്ളവരിലേക്കും പകരപ്പെടുവാനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.